ഡാറ്റാ ബാങ്കിലുള്ള ഭൂമിയെല്ലാം ആദ്യം തന്നെ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം മാത്രമാണ് നമുക്ക് തരം മാറ്റാനോ അല്ലെങ്കിൽ രേഖകൾ ഇനം മാറ്റാനോ സാധിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടിയ ഭൂമിക്ക് നമുക്ക് ഈ പറയുന്ന 27A പ്രകാരമുള്ള ഫോം 6 7 9 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് തരം മാറ്റി ഭൂമി, ഏത് തരം മാറ്റി ഭൂമി ആയാലും നമുക്ക് തഹസിൽദാരുടെ കൊടുത്താണ് നമ്മൾ അത് രേഖകളിൽ ഇനം മാറ്റിയെടുക്കുന്നത്. കയ്യിൽ കിട്ടിയ ഭൂമി തഹസിൽദാർ മുമ്പിൽ കൊടുക്കുമ്പോൾ സെക്ഷൻ 6A ലാൻഡ് ടാക്സ് ആക്ട് പ്രകാരം, ഭൂനികുതി നിയമപ്രകാരം നമ്മൾ അപേക്ഷ കൊടുത്ത് ഫ്രഷ് അസസ്മെൻറ്റിനുള്ള അപേക്ഷയും ഒപ്പം തന്നെ ഫോം എയും കൊടുത്താണ് നമുക്ക് തരം മാറ്റി ഭൂമി BTRൽ മാറ്റം വരുത്തിയെടുക്കുന്നത്. ആദ്യം തന്നെ പ്രൊഫഷണൽ സേവനങ്ങൾ ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുമ്പോൾ ഒരു ഭൂമി തരം മാറ്റം എന്ന പ്രക്രിയ നന്നായി മനസ്സിലാക്കാനും അതിൻ്റെ പിന്നാലെ സമയം ചെലവഴിച്ച് നിൽക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് ആദ്യം തന്നെ എല്ലാ അപേക്ഷ കൊടുക്കുന്ന ആൾക്കാരും മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ നമുക്ക് പറ്റില്ല എങ്കിൽ പ്രൊഫഷണൽ സേവനം സ്വീകരിക്കണം. പ്രൊഫഷണൽ എന്ന് പറയുന്നത്, ലീഗൽ പ്രൊഫഷണൽ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആക്ടിലെ സെക്ഷൻ 29, 29, 30, 31 പ്രകാരം ഇന്ത്യയിൽ ഒരു നിയമം കൈകാര്യം ചെയ്യാനുള്ള അധികാരം വക്കീൽമാർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഏജൻറ്റുമാർക്കും കൃത്യമായി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശമില്ല. അതുകൊണ്ട് നമ്മളൊരു അഭിഭാഷകനെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നതനുസരിച്ച് നല്ലൊരു അഭിഭാഷകനെ, ഈ പ്രത്യേകിച്ച് ഭൂനിയമത്തിൽ വിദഗ്ധനായ ഏതെങ്കിലും നല്ലൊരു അഭിഭാഷകനെ കണ്ടെത്തി ഏൽപ്പിക്കുന്നതാണ് ഉചിതമായ രീതികൾ.